ഹലോ ഗൈസ്, നമ്മളിന്നുള്ളത് മലയാറ്റൂരിന് തൊട്ടടുത്തുള്ള ഒരു ഇക്കോ ടൂറിസം സ്പോട്ടിലാണ്. ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും കപ്പിൾസായിട്ടും വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരേ ഒരു ഇടം അഭയാരണ്യം ഇക്കോ ടൂറിസം. നമുക്കിവിടെ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. 2 വീലറിനും 4 വീലറിനും ഒക്കെ സെപ്പറേറ്റ് പാർക്കിംഗ് ചാർജസ് ആണുള്ളത്. വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ നേരെ കയറി ചെല്ലുന്നത് അഭയാരണ്യത്തിൻ്റെ എൻട്രൻസിലോട്ടാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ആന പരിശീലന കേന്ദ്രം കൂടിയാണ് നമ്മുടെ കോടനാട്. പിന്നീട് 2011 അഭയാരണ്യം ഇക്കോ ടൂറിസം എന്ന പേരിലേക്ക് ഇത് പുനർ ആരംഭിച്ചത്. ആനക്കുട്ടന്മാർ മാത്രമല്ല, മാനുകളും മ്ലാവുകളും മുളക്കൂട്ടങ്ങളും എല്ലാം ഒത്തുചേർന്ന ഒരു മിനി സൂവും ഇവിടുത്തെ മറ്റ് ആകർഷണങ്ങളിലൊന്നാണ്. എന്നാൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടുപോകിയാലോ? എണ്ണം കുറവാണെങ്കിലും ഉള്ളത് നല്ല കിടുക്കാഴ്ചയായി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നവർക്കൊക്കെ നല്ല കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. ടിക്കറ്റ് എടുത്ത് വേണം അകത്ത് പ്രവേശിക്കാനായിട്ട്. രാവിലെ 8 മണിക്ക് തുറക്കും. 9 മണിയാവുമ്പോഴേക്കും ഇവിടെ എത്താൻ പറ്റുകയാണെങ്കിൽ ആനക്കുട്ടന്മാർക്ക് ചോറ് കൊടുക്കുന്നതും അവരെ കുളിപ്പിക്കുന്നതുമൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൂടാതെ വിവിധ ട്രീ ഹൗസുകൾ, ഹട്ടുകൾ, ശാന്തസുന്ദരിയായി ഒഴുകുന്ന പെരിയാറും ഇവിടം സുന്ദരമാക്കുന്നു. അതുമാത്രമല്ല, പ്രായമായവർക്കും കുട്ടികൾക്കും കളിച്ച് ഉല്ലസിക്കാനായി ഊഞ്ഞാലുകളും ചിൽഡ്രൻസ് പാർക്കും എല്ലാം ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ നടന്നു ക്ഷീണിച്ച് എത്തുന്നവർക്ക് ആശ്വാസമായി നമ്മുടെ സ്വന്തം പെരിയാർ കഫേയും ഇവിടെയുണ്ട്. അപ്പം എങ്ങനെയാ, നമുക്ക് അഭയാരണ്യത്തിലേക്ക് വിട്ടാലോ?